ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു സിമ്പിൾ പാർട്ടി മേക്കപ്പ് ലുക്കാണ്. ഇന്നത്തെ മേക്കപ്പ് ലുക്കിൽ ഞാൻ ഫൗണ്ടേഷനൊന്നും യൂസ് ചെയ്യുന്നില്ല. അതിന് പകരം ഒരു സ്കിൻ ടിൻറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇത് സ്മാഷ് ബോക്സിൻ്റെ ഹാലോ സ്കിൻ ടിൻറ്റാണ്. ഇപ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരുപാട് സ്കിൻ ടിൻസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ചേരുന്നത് നോക്കിയിട്ട് വാങ്ങിയാൽ മതി. ഇത് വളരെ നല്ലൊരു സ്കിൻ ടിൻറ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഫൗണ്ടേഷൻ്റെ ആ ഒരു ഹെവിനെസ് ഒന്നും വേണമെങ്കിൽ ഈ സ്കിൻ ടിൻറ്റ് വളരെ നല്ലതാണ്. ആ ഒരു ഫൗണ്ടേഷൻ്റെ എഫക്റ്റും കിട്ടും, കവറേജും ചെറിയൊരു കവറേജും കിട്ടും, എന്നാൽ ആ ഒരു ഹെവിനെസ് അല്ല. പിന്നെ കൺസീലർ ഞാൻ ബോബി ബ്രൗണിൻ്റെ കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. ഇത് മിനി സൈസാണ്. ഇനി ഫുൾ സൈസ് വാങ്ങണം, ഇത് തീർന്നിട്ട്. വളരെ നല്ല കൺസീലറാണ്, ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്, എന്നാൽ ഫുൾ കവറേജുമാണ്. ജസ്റ്റ് നമുക്ക് പിഗ്മെൻറ്റേഷനുള്ള സ്ഥലത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിമ്പിൾസ് വന്ന മാർക്കൊക്കെ ഉണ്ടെങ്കിൽ അവിടേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൽഫിൻ്റെ സെറ്റിംഗ് പൗഡറാണ്. എനിക്ക് തോന്നുന്നു ഇതൊരു ഇലുമിനേറ്റിംഗ് സെറ്റിംഗ് പൗഡറാണ്. ജസ്റ്റ് കണ്ണിൻ്റെ താഴെയും പിന്നെ ടീ സോൺ ഏരിയയും ഞാൻ വേർക്കുന്ന സ്ഥലത്ത് മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത്, ഫുൾ ഫേസ് അപ്ലൈ ചെയ്യുന്നില്ല. ഐബ്രോസിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ജ്യൂസി കെമിസ്ട്രിയുടെ ഐബ്രോ പെൻസിലാണ്. ബിഗിനേഴ്സ് ആണെങ്കിൽ ഇത് പെർഫെക്റ്റ് ആണ്. ഈ ഒരു പെൻസിൽ ഭയങ്കര ക്രീമി ആയിട്ടുള്ളൊരു പെൻസിലാണ്, നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ട്. അതിൻ്റെ അപ്പുറത്തെ സ്ഥലത്ത് തന്നെ ബ്രഷും ഉണ്ട്, രണ്ട് സൈഡുണ്ട്. എൻ്റെ മറ്റേ സൈഡ് ബ്രഷും ഒരു സൈഡ് പെൻസിലുമാണ്. ഷാർപ്പ് ചെയ്ത് യൂസ് ചെയ്യേണ്ടതാണ് പെൻസിൽ. പെട്ടെന്നൊക്കെ റെഡിയാവാൻ ഇത് പെർഫെക്റ്റ് ആണോ എന്ന് എനിക്ക് തോന്നി. ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൽഫിൻ്റെ ഐബ്രോ മസ്കാര ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. അപ്പം ഐബ്രോസിൻ്റെ ഹെയേഴ്സ് അനങ്ങാതിരുന്നോളും. ഐ ഷാഡോണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഹുഡ ബ്യൂട്ടിയുടെ ഈ ഒരു റോസ് ഗോൾഡ് പാലറ്റാണ്. കുറച്ച് വളരെ പഴയ പാലറ്റാണ് ഇത്, പക്ഷേ നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സാണ്. അതിൽ ഏറ്റവും ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ കണ്ണിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഹുഡഡ് ഐസ് ആണെങ്കിൽ കുറച്ച് മേലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താലേ നമുക്ക് കണ്ണ് നന്നായിട്ട് കാണുള്ളൂ. അതിൽ തന്നെ ഉള്ള റോസ് ഗോൾഡ് ഷെയ്ഡ് എടുത്തിട്ട് അതും കണ്ണിൻ്റെ മേലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാജൽ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പ്ലമ്മിൻ്റെ കാജലാണ്. കുറച്ച് തിക്കായിട്ട് തന്നെ എഴുതുന്നുണ്ട്, കാരണം ഇത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ തന്നെ സ്മഡ്ജ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നെ എക്സ്ട്രാ സ്മഡ്ജായിട്ട് വരില്ല. പിന്നെ ഞാൻ ചെയ്തത് മേലേക്ക് അതിൽ തന്നെ ഏതെങ്കിലും ഒരു ബ്ലാക്ക് ഐ ഷാഡോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടർ ലൈനിനോട് ചേർന്നിട്ടൊന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒരു സ്മോക്ക് എഫക്റ്റ് കിട്ടുകയും ചെയ്യും, എന്നാൽ നമുക്ക് പരക്കൊന്നും ചെയ്യില്ല. ബാക്കിയുള്ള ഐ ഷാഡോ ഞാൻ നമ്മൾ താഴെ എഴുതിയ കാജൽ വെച്ച് എഴുതിയില്ലേ, അതിലേക്കൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു ചെറിയൊരു സ്മോക്കി ഇഫക്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കണ്ണ് മാക്കിൻ്റെ മസ്കാര യൂസ് ചെയ്തിട്ട് ഐലാഷസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് മസ്കാരയാണ്. വാട്ടർ പ്രൂഫ് മസ്കാരയാണ് ഇത്. ഫൈനലി ഞാനിന്ന് ബ്ലഷ് ഹൈലൈറ്റർ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. ഞാൻ യൂസ് ചെയ്യുന്നത് റൊമാൻറ്റിൻ്റെ നേർഡ് പിങ്ക് എന്ന് പറയുന്ന ഷെയ്ഡാണ് ലിപ്സ്റ്റിക്ക്. നല്ല ബ്യൂട്ടിഫുൾ ലിപ്സ്റ്റിക്കാണ്, ഇപ്പോൾ എൻ്റെ കറൻറ്റ് ഫേവറേറ്റ് ആണ്. ഇതാണ് എൻ്റെ ഫൈനൽ മേക്കപ്പ് ലുക്ക്. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ബൈ ബൈ.